പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച് പി വി അൻവർ MLA. മതേതരത്വം ഉയർത്തിപ്പിടിച്ചുള്ള പാർട്ടിയായിരിക്കും രൂപീകരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും അൻവർ പറഞ്ഞു. അപ്പോൾ ജനങ്ങളുടെ മനസ്സറിയുന്ന എവിടെയാണ് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ എന്ത് വേണം? രാഷ്ട്രീയ പാർട്ടി ആവണം. ആ രാഷ്ട്രീയ പാർട്ടികളെ ഒരു വോട്ടർ അംഗീകരിക്കുള്ളൂ, ചെറുതോ വലുതാവട്ടെ. അപ്പോൾ സ്വാഭാവികമായും ഈ മൂവ്മെൻ്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറും. ഈ നെക്സസിൻ്റെ ഭാഗമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മോട് യോജിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ യോജിപ്പിക്കും. അല്ലെങ്കിൽ പുതിയൊരു ടീം വരും, യുവാക്കൾ. നമ്മൾ ഉയർത്തുന്ന വിഷയങ്ങളും നമ്മൾ ഉയർത്തുന്ന നയപരിപാടികളും നമ്മൾ പറയുന്ന ആദർശവും ആ ആദർശത്തെ പ്രതിനിധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അതിൻ്റെ ലീഡർ. അത് ചെറുതാകാം വലുതാകാം. അതാണ് ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ഇടുന്നത്. ആളെ വലിപ്പം കാണിച്ചു കൊടുത്ത് അതിന് വോട്ട് വാങ്ങില്ല. നമ്മൾ ഉയർത്തുന്ന ആശയങ്ങൾ, ആദർശങ്ങൾ, കാഴ്ചപ്പാടുകൾ അതിനോടൊപ്പം നിൽക്കാവുന്ന ജനങ്ങളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്തുകളിലും നമ്മളുണ്ടാക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. യാതൊരു തർക്കമില്ല. അഷ്കർ അലി കരിമ്പ ചേരുന്നു വിവരങ്ങളുമായി. അഷ്കർ, സാഹചര്യം അനുസരിച്ച്, ജനങ്ങളുടെ തീരുമാനം അനുസരിച്ച് മുഴുവൻ പഞ്ചായത്തുകളിലും മത്സരിക്കാനാണ് തീരുമാനം. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന പ്രഖ്യാപനവും നടത്തിയിരിക്കുന്നു. നിർണായകമായ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണോ അൻവറിന്റെ രാഷ്ട്രീയ ജീവിതം? ബിനിൽ, തികച്ചും അപ്രതീക്ഷിതമായിട്ട് തന്നെയായിരുന്നു ഇന്ന് പി വി അൻവർ ഈ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്തുന്നത്. കാരണം നേരത്തെ തന്നെ പി വി അൻവറിനെ പാർട്ടി പുറത്താക്കിയതിന് പിന്നാലെ തന്നെ പി വി അൻവർ എങ്ങോട്ടാണ്, അല്ലെങ്കിൽ പി വി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താണ് എന്നുള്ള കാര്യത്തിൽ വലിയ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. UDF പോകുമെന്നുള്ള ചർച്ചകളൊക്കെ വലിയ തോതിൽ ഉയർന്ന ഘട്ടത്തിലാണ് ഇന്ന് അപ്രതീക്ഷിതമായി, ഇല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്കടക്കം ഒരു സൂചന നൽകാതെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം പി വി അൻവർ നടത്തിയത്. അത് സംസ്ഥാനത്തുടനീളം വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ പാർട്ടിയായി തന്നെ, അതിനെ പാർട്ടിയുടെ പ്രതിനിധികൾ തന്നെ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പി വി അൻവർ പറയുന്നത് പൂർണ്ണമായും മതേതര സ്വഭാവമുള്ള ഒരു പാർട്ടിയായിരിക്കും തൻ്റേതെന്നാണ് പി വി അൻവറുടെ പ്രഖ്യാപനം. പാർട്ടിയുടെ സംഘടനാ രൂപമോ അല്ലെങ്കിൽ അതിൻ്റെ ശൈലിയോ അല്ലെങ്കിൽ പോളിസിയോ ഒന്നും തന്നെ ഇപ്പോൾ തീരുമാനിക്കാനോ അല്ലെങ്കിൽ പ്രഖ്യാപിക്കാനായിട്ടില്ല. അത് തൻ്റെ മനസ്സിലുണ്ട്. അത് ഇപ്പോൾ നടക്കുന്ന വരുന്ന 6-ാം തീയതി ഒരു മഞ്ചേരിയിൽ ഒരു ജില്ലാതല വിശദീകരണ യോഗം പി വി അൻവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷം മറ്റൊരിക്കൽ വീണ്ടും ഒരു സമ്മേളനം കൂടി നടത്തി ആ സമ്മേളനത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പാർട്ടിയുടെ നയവും അതുപോലെ തന്നെ പോളിസിയും സംഘടനാ രീതികളും ഒക്കെ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് പി വി അൻവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ മത്സരിക്കുമെന്ന വലിയൊരു പ്രഖ്യാപനം കൂടി പി വി അൻവർ നടത്തിയിരിക്കുന്നു. ഇനി ഉയരുന്ന ചോദ്യം പി വി അൻവറിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി എന്തായിരിക്കുമെന്നുള്ളതാണ്. എന്തായാലും വരുന്ന 6-ാം തീയതി തന്നെ നമുക്ക് ഒരുപക്ഷെ അതിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ നമുക്ക് വ്യക്തമാകുമെന്നുള്ളതാണ്. കാരണം 6-ാം തീയതി മഞ്ചേരിയിൽ വലിയൊരു ജില്ലാ സമ്മേളനം, 100,000 ആളുകളെയാണ് ആ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുമെന്ന് പി വി അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ഓരോ പഞ്ചായത്തിൽ നിന്നും മിനിമം 1000 ആളെങ്കിലും അണിനിരത്തിക്കൊണ്ടാണ് ആ സമ്മേളനം, രാഷ്ട്രീയ വിശദീകരണ യോഗം ഉണ്ടാവുക എന്നുള്ളതാണ് പി വി അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ മഞ്ചേരിയിലും അരീക്കോടും വേങ്ങരയും ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നടത്താനിരുന്ന പരിപാടിയാണ് ഇപ്പോൾ ഒറ്റ പരിപാടിയായിക്കൊണ്ട് വരുന്ന 6-ാം തീയതിയായി നടത്താൻ ഇപ്പോൾ പി വി അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതെന്താവുമെന്നുള്ളത് നീ കണ്ടറിയണം. അതിനോടൊപ്പം തന്നെ പി വി അൻവറിൻ്റെ ഈ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം തൊട്ട് പിന്നാലെ ഇന്ന് നിലമ്പൂർ ആയിഷ, CPMൻ്റെ അടുത്ത സഹയാത്രികയായിട്ടുള്ള ചലച്ചിത്ര മേഖലയിലും നാടക മേഖലയിലുമൊക്കെ ഏറെ തിളങ്ങിയിരുന്ന നിലമ്പൂരിൻ്റെ തന്നെ ഒരു അഭിമാനമായി മാറിയിരുന്ന നിലമ്പൂർ ആയിഷ ഇന്ന് അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും പി വി അൻവറിൻ്റെ വീട്ടിലെത്തുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. വരും ദിവസങ്ങളിൽ ആരൊക്കെ പി വി അൻവറിൻ്റെ പിന്തുണയുമായി എത്തും, ഇല്ലെങ്കിൽ ഇടത് പാർട്ടിയിലുള്ള CPMൽ തന്നെയുള്ള ആരെങ്കിലുമൊക്കെ പി വി അൻവറിൻ്റെ പിന്തുണയുമായി എത്തുമോ എന്നുള്ളതൊക്കെ ഇനി നമ്മൾ കാത്തിരുന്ന് കാണണം. എന്തായാലും പി വി അൻവർ ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പാർട്ടിയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ള ചോദ്യം ഇനി പ്രസക്തമാണ്. ബിനിൽ. ഓക്കെ, അഷ്കറാണ് വിവരങ്ങൾ.